Good morning, dear students. രസതന്ത്ര പാഠപുസ്തകത്തിലെ ജലം എന്ന യൂണിറ്റിലെ 2 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് ജലം? നമ്മൾ ചെറിയ ക്ലാസ്സിൽ ജലത്തെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലേ? എന്താണ് ജലം? അമൂല്യമായ ഒരു പ്രകൃതി വിഭവമാണ് ജലം. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടുന്ന അത്യാവശ്യമായ ഒരു ഘടകമാണ് ജലം. പിന്നെന്താണ്? സസ്യങ്ങളിലും ജന്തുക്കളിലും ഏകദേശം 65% ജലം അടങ്ങിയിട്ടുണ്ട്. എന്താണ് ജലത്തിന്റെ ഉപയോഗങ്ങൾ? നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ജലം ഉപയോഗിക്കുന്നുണ്ടല്ലേ? ചിത്രത്തിൽ കണ്ടില്ലേ? നമ്മൾ ഇതെല്ലാം ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതല്ലേ? കുടിക്കാനും, കൈ കഴുകാനും, പാചകം ചെയ്യുവാനും, തുണികൾ അലക്കാനും എല്ലാത്തിനും എന്ത് വേണം? ജലം അത്യാവശ്യമാണ്. ജലം നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? ജലസ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്നു അല്ലേ? ഏതെല്ലാമാണ് ജലസ്രോതസ്സുകൾ? അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പുഴകളും നദികളും കിണറുകളും എന്നിവയെല്ലാം ജലസ്രോതസ്സുകളാണ്. ജലത്തിന്റെ 3 അവസ്ഥകൾ നിങ്ങൾക്കറിയാമോ? അതെ, ജലം പ്രധാനമായും 3 അവസ്ഥകളിലാണ് കാണപ്പെടുന്നത്. ഏതെല്ലാമാണ്? ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ ജലം കാണപ്പെടുന്നു. ആദ്യമായി നമ്മൾ ജലത്തിന്റെ ഒരു സവിശേഷതയാണ് നോക്കാൻ പോകുന്നത്. ജലത്തിന്റെ പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ എന്ന് പറയും. ചിത്രത്തിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഒരു പാത്രത്തിൽ എടുത്ത ജലത്തിലെ തന്മാത്രകളുടെ ആകർഷണം ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, മുകളിലുള്ള തന്മാത്രയുടെ ആകർഷണം വളരെ കുറവായിരിക്കും. കാരണം എന്താ? അവിടെ ആകർഷണം ഇരുവശങ്ങളിലേക്കും താഴേക്കും മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഉള്ളിലേക്ക് വരുംതോറും തന്മാത്രകളുടെ ആകർഷണം വളരെ കൂടുതലായിരിക്കും. അവിടെ ഇരുവശങ്ങളിലേക്കും മുകളിലേക്കും താഴേക്കും നമുക്ക് ആകർഷണം കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപരിതലത്തിലുള്ള ജലതന്മാത്രകൾ ബാഷ്പരൂപത്തിലായിരിക്കും. അവിടെ ആകർഷണം കുറവായിരിക്കും. ഉള്ളിലേക്ക് വരുംതോറും തന്മാത്രകളുടെ ആകർഷണം കൂടുകയും ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ സവിശേഷതയാണ് നമ്മൾ ജലത്തിന്റെ പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിൽ ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവാണ്. അതിനാൽ വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും. ഇതുമൂലം ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. ഇതിന് കാരണമായ സവിശേഷതയെ നമ്മൾ ജലത്തിന്റെ പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ എന്നറിയപ്പെടുന്നു. പ്രതലബലം പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം. ചിത്രത്തിൽ കണ്ടില്ലേ? എന്താണ് നമ്മൾ കാണുന്നത്? ചെറിയ പ്രാണികൾ ജലത്തിന് മുകളിലൂടെ നടന്നു പോകുന്നു. നമ്മൾ കിണറുകളിലും മറ്റും കാണാൻ സാധിക്കും. എട്ടുകാലികളോ കൊതുകുകളോ ഒക്കെ ഇതുപോലെ ജലത്തിന് മുകളിലൂടെ നടന്നു പോകുന്നത്. ഇതിന് കാരണം എന്താണ്? അതെ, ആകർഷണം കൂടുതലായതുകൊണ്ട് തന്നെ ജലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുകയും ചെറുപ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ വളരെ വേഗം അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നടന്നു നീങ്ങാൻ സാധിക്കുന്നു. ജലത്തിൽ ഇടുന്ന ബ്ലേഡ് താഴ്ന്നു പോകുന്നില്ല. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ജലം എടുക്കുന്നു. ഒരു ബ്ലേഡ് എടുത്ത് ശ്രദ്ധയോടുകൂടി ജലോപരിതലത്തിന് മുകളിൽ വെക്കുമ്പോൾ ആ ബ്ലേഡ് താഴ്ന്നു പോകുന്നില്ല. ഇതിന് കാരണവും പ്രതലബലമാണ്. ചെറിയ ജലത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണുന്നു. മഞ്ഞുകാലങ്ങളിൽ മറ്റും നമ്മൾ കണ്ടിട്ടില്ലേ? പുല്ലുകളുടെ മുകളിൽ ജലത്തുള്ളികൾ ഏത് ആകൃതിയിലാണ് കാണപ്പെടുന്നത്? അതെ, ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇതിന് കാരണം എന്താണ്? പ്രതലബലമാണ്. ഇനി നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ആദ്യം ഒരു ലോഹ വളയത്തിൽ നൂൽ കെട്ടി സോപ്പ് വെള്ളത്തിൽ മുക്കി അതിലൊരു സോപ്പ് പാട നിർമ്മിക്കുക. എന്താണ് ചെയ്യേണ്ടത്? ഒരു ലോഹ വളയം എടുക്കുക, അതിൽ ഒരു നൂല് കെട്ടുക, സോപ്പ് വെള്ളത്തിൽ മുക്കി അതിൽ നമ്മൾ ഒരു സോപ്പ് പാട നിർമ്മിക്കുക. പാടയുടെ ഒരു ഭാഗം പിൻ ഉപയോഗിച്ച് പൊട്ടിക്കുക. ചിത്രം 1 കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഒരു സോപ്പ് പാട നിർമ്മിക്കുക. പാടയുടെ ഒരു ഭാഗം പിൻ ഉപയോഗിച്ച് പൊട്ടിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളുമായി നിങ്ങളുടെ നിരീക്ഷണം താരതമ്യം ചെയ്യൂ. നമ്മൾ പിൻ ഉപയോഗിച്ച് ആ സോപ്പ് പാട പൊട്ടിക്കുമ്പോൾ ചിത്രം 1 കാണിച്ചിരിക്കുന്നത് പോലെയാണോ ചിത്രം 2 കാണിച്ചിരിക്കുന്നത് പോലെയാണോ അവശേഷിക്കുന്ന സോപ്പ് പാട കാണപ്പെടുന്നത്? നമുക്ക് നോക്കാം. അതെ,
അവശേഷിക്കുന്ന സോപ്പ് പാട ചിത്രം 2 കാണിച്ചിരിക്കുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. ഇതിലെ നൂല് സോപ്പ് പാടയുടെ അവശേഷിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങുകയും സോപ്പ് പാടയുടെ പ്രതല പരപ്പളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രതലബലം ഒരു ദ്രാവകത്തിന്റെ പ്രതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിൽ അനുഭവപ്പെടുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ ചെറിയ ജലത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നു എന്ന്. ഇതിന് കാരണം ഗോളാകൃതിയിൽ ഒരു പദാർത്ഥത്തിന്റെ പരപ്പളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? പ്രതലബലം അവിടെ അനുഭവപ്പെടുന്നു. പ്രതലബലം നമുക്ക് എങ്ങനെ കുറയ്ക്കാം? സോപ്പ് ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കുന്നു. സോപ്പ് എങ്ങനെ ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കുന്നു? സോപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്ത് സാധിക്കുന്നു? എളുപ്പത്തിൽ അലക്കാൻ സാധിക്കുന്നു അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സോപ്പ് തന്മാത്രകൾ വസ്ത്രങ്ങളിലെ അഴുക്ക് കണങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ജല തന്മാത്രകളെ എന്ത് ചെയ്യുന്നു? അവർ ആകർഷിക്കുകയും ചെയ്യുന്നു. ചെയ്യുന്നത് മൂലം ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കുന്നു. ഇതിനാൽ ജല തന്മാത്രകളോടൊപ്പം അഴുക്ക് കണങ്ങൾ വസ്ത്രത്തിൽ നിന്ന് എളുപ്പം നീക്കം ചെയ്യപ്പെടുന്നു. ഇനി നമ്മൾ ജലത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് പറയാൻ പോകുന്നത്. മൃദുജലവും കഠിനജലവും. 3 ടെസ്റ്റ് ട്യൂബുകളിൽ കാൽസ്യത്തിന്റെയോ മഗ്നീഷ്യത്തിന്റെയോ ബൈകാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് എന്നീ ലവണങ്ങൾ ലയിപ്പിച്ച ജലം എടുക്കുക. മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ ശുദ്ധമായ ജലം എടുക്കുക. എല്ലാ ടെസ്റ്റ് ട്യൂബുകളും തുല്യ വലുപ്പത്തിൽ സോപ്പ് കഷ്ണങ്ങൾ ചേർക്കുക. ടെസ്റ്റ് ട്യൂബുകൾ നന്നായി കുലുക്കുക. ഇതാണ് നമ്മുടെ പരീക്ഷണം. നമ്മൾ 3 ടെസ്റ്റ് ട്യൂബുകളിൽ കാൽസ്യത്തിന്റെയോ മഗ്നീഷ്യത്തിന്റെയോ ബൈകാർബണേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ് എന്നീ ലവണങ്ങൾ ലയിപ്പിച്ച ജലവും മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ ശുദ്ധജലവും എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ എല്ലാത്തിലും സോപ്പ് കഷ്ണങ്ങൾ ചേർത്തിട്ട് നന്നായി കുലുക്കുന്നു. എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ശുദ്ധജലത്തിൽ നല്ലോണം പതയുണ്ടാവുകയും മറ്റു 3 ടെസ്റ്റ് ട്യൂബുകളിൽ പതയൊന്നും കാണുന്നില്ല. എന്താണ് ഇതിന് കാരണം? നമ്മൾ മറ്റു 3 ടെസ്റ്റ് ട്യൂബുകളിൽ എടുത്ത ജലം കഠിനജലമായിരുന്നു. മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോൾ മണ്ണിലും പാറകളിലും അടങ്ങിയ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ലവണങ്ങൾ ജലത്തിൽ എന്ത് ചെയ്യുന്നു? ലയിച്ചു ചേരുന്നു. ഇതുമൂലമാണ് കഠിനജലം ഉണ്ടാകുന്നത്. ഈ ജലം സോപ്പുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അലിയാത്ത ലവണങ്ങളായി മാറുന്നു. അതുകൊണ്ട് തന്നെ സോപ്പ് അവിടെ പതയുന്നില്ല. എന്താണ് മൃദുജലം? എന്താണ് കഠിനജലം? സോപ്പ് നന്നായി പതയുന്ന ജലത്തെ മൃദുജലം എന്ന് പറയുന്നു. സോപ്പ് നന്നായി പതയാത്ത ജലത്തെ കഠിനജലം എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡുകളോ സൾഫേറ്റുകളോ ബൈകാർബണേറ്റുകളോ അടങ്ങിയ ജലത്തിനെ നമുക്ക് കഠിനജലം എന്ന് പറയാം. സോപ്പ് നന്നായി പതയാത്ത ലായനികളിൽ തിളപ്പിച്ച ശേഷം നമ്മൾ സോപ്പ് ചേർത്ത് പരീക്ഷണം ആരംഭിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ബൈകാർബണേറ്റ് കലർന്ന ജലത്തിന്റെ കാഠിന്യം തിളപ്പിച്ചപ്പോൾ മാറിയതായി കാണാൻ സാധിക്കുന്നു. ഇതിനെ ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം എന്ന് പറയുന്നു. അതുപോലെ ക്ലോറൈഡുകളും സൾഫേറ്റുകളും ലയിപ്പിച്ച ജലത്തിന്റെ കാഠിന്യം മാറുന്നില്ല. അത് അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നു. ഇതിനെ നമ്മൾ സ്ഥിര കാഠിന്യം എന്ന് പറയുന്നു. എന്താണ് താൽക്കാലിക കാഠിന്യം, സ്ഥിര കാഠിന്യം? താൽക്കാലിക കാഠിന്യം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ബൈകാർബണേറ്റ് കലർന്ന ജലത്തിന്റെ കാഠിന്യത്തിനെ എന്ത് വിളിക്കുന്നു? താൽക്കാലിക കാഠിന്യം എന്ന് പറയുന്നു. തിളപ്പിക്കുമ്പോൾ നീക്കം ചെയ്യാൻ കഴിയുന്ന കാഠിന്യമാണ് താൽക്കാലിക കാഠിന്യം. എളുപ്പം നീക്കം ചെയ്യാൻ സാധിക്കുന്നു അല്ലെ? നമ്മൾ പരീക്ഷണത്തിലൂടെ കണ്ടാണ്. തിളപ്പിച്ചപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സാധിച്ച ഒരു കാഠിന്യമാണ് താൽക്കാലിക കാഠിന്യം. ഇനി എന്താണ് സ്ഥിര കാഠിന്യം? ക്ലോറൈഡുകളും സൾഫേറ്റുകളും ലയിപ്പിച്ച ജലത്തിന്റെ കാഠിന്യത്തിനെ സ്ഥിര കാഠിന്യം എന്ന് പറയുന്നു. ഇത് തിളപ്പിക്കുമ്പോൾ നീക്കം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. തിളപ്പിക്കുമ്പോൾ നീക്കം ചെയ്യാൻ സാധിക്കാത്ത കാഠിന്യമാണ് സ്ഥിര കാഠിന്യം. ഇതെങ്ങനെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും? അനുയോജ്യമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് സ്ഥിര കാഠിന്യം നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ, ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഘനജലം. ജലത്തിന്റെ രാസനാമം എന്താണ്? H2O. ഹൈഡ്രജന്റെ ഓക്സിജന്റെ ഒരു സംയുക്തമാണ് ജലമെന്ന് നമുക്ക് പറയാം. ഇല്ലെങ്കിൽ
ജലത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ്. പക്ഷെ ഇവിടെ ഘനജലത്തിലെ ഘടകം ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. ഇത് ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ് ആണ്. ഇത് എവിടെ ഉപയോഗിക്കുന്നു? ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഘനജലം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ 2 ടോപ്പിക്കുകളെ കുറിച്ചാണ് പഠിച്ചത്. അത് 2 ജലത്തിന്റെ സവിശേഷതകളായിരുന്നു. ഏതൊക്കെയായിരുന്നു? ജലത്തിന്റെ പ്രതല ബലവും മൃദുജലവും കഠിനജലവും. നമ്മൾ ഇന്ന് പഠിച്ചത് നമുക്കൊന്ന് ഓർത്തെടുക്കാം. ആദ്യമായി നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ജലത്തിന്റെ പ്രതല ബലത്തെ കുറിച്ചായിരുന്നു. ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിൽ ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവാണ്. അതിനാൽ വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ജലം വലിഞ്ഞു മുറുകി ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. ഇതിന് കാരണമായ സവിശേഷതയെ നമുക്ക് പ്രതല ബലം എന്ന് അറിയപ്പെടുന്നു. ഇനി നമ്മൾ പ്രതല ബലം പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു അത്? ചെറു പ്രാണികൾക്ക് ജലോപരിതലത്തിന് മുകളിലൂടെ നടന്നു നീങ്ങാൻ കഴിയുന്നു. ജലത്തിന് മുകളിൽ വെക്കുന്ന ഒരു ബ്ലേഡ് താഴ്ന്നു പോകുന്നില്ല. പിന്നെന്തായിരുന്നു? ചെറിയ ജലത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നു. എന്തുകൊണ്ടാണ് അവർ ഗോളാകൃതിയിൽ കാണപ്പെടുന്നത്? ഗോളാകൃതിയിൽ ഒരു പദാർത്ഥത്തിന്റെ പരപ്പളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ജലത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നു. പ്രതലബലം നമുക്ക് എങ്ങനെ കുറയ്ക്കാം? സോപ്പ് ഉപയോഗിച്ച് നമുക്ക് പ്രതലബലം കുറയ്ക്കാം. ഇനി നമ്മൾ എന്താണ് പിന്നെ പഠിച്ചത്? മൃദുജലവും കഠിനജലവും. എന്തായിരുന്നു മൃദുജലം? സോപ്പ് നന്നായി പതയുന്ന ജലത്തെ നമ്മൾ മൃദുജലം എന്ന് പറയുന്നു. അപ്പൊ കഠിനജലം എന്തായിരുന്നു? സോപ്പ് നന്നായി പതയാത്ത ജലത്തെ കഠിനജലം എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? കാൽഷ്യത്തിന്റെയോ മഗ്നീഷ്യത്തിന്റെയോ ലവണങ്ങൾ ലയിച്ചു ചേർന്ന ജലത്തിനെ നമ്മൾ എന്ത് പറയുന്നു? കഠിനജലം എന്ന് പറയുന്നു. അല്ലെങ്കിലോ കാൽഷ്യത്തിന്റെയോ മഗ്നീഷ്യത്തിന്റെയോ ക്ലോറൈഡുകളോ സൾഫേറ്റുകളോ ബൈകാർബണേറ്റുകളോ ലയിച്ചു ചേർന്ന ജലത്തിനെ കഠിനജലം എന്ന് പറയുന്നു. അടുത്ത നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? സ്ഥിര കാഠിന്യവും താൽക്കാലിക കാഠിന്യവും. എന്തായിരുന്നു താൽക്കാലിക കാഠിന്യം? ബൈകാർബണേറ്റ് കലർന്ന ജലത്തിന്റെ കാഠിന്യത്തിന് താൽക്കാലിക കാഠിന്യം എന്ന് പറയുന്നു. പിന്നെന്തായിരുന്നു? തിളപ്പിക്കുമ്പോൾ നീക്കം ചെയ്യാൻ സാധിക്കുന്ന കാഠിന്യമായിരുന്നു താൽക്കാലിക കാഠിന്യം. എളുപ്പത്തിൽ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കുന്നു. ക്ലോറൈഡുകളും സൾഫേറ്റുകളും ലയിപ്പിച്ച ജലത്തിന്റെ കാഠിന്യത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്ഥിര കാഠിന്യം എന്ന് വിളിക്കുന്നു. ഇത് തിളപ്പിക്കുമ്പോൾ നീക്കം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. പിന്നെ ഇത് എങ്ങനെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും? അനുയോജ്യമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമേ സ്ഥിര കാഠിന്യം നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ പഠിപ്പിച്ച 2 ടോപ്പിക്കുകളും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.